പുതുപുത്തൻ ഡിസൈനിലുള്ള ഏറ്റവും പുതിയ വീടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മാഞ്ഞുരൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ, കളമശ്ശേരി എന്നീ ലൊക്കേഷനോട് വളരെ അടുത്തായ എടയപ്പുറം എന്ന ലൊക്കേഷനിലാണ്. ആലുവ മൂന്നാർ റോഡിൽ കൊച്ചിൻ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും അകത്തേക്ക് 2 കിലോമീറ്റർ വരുമ്പോഴാണ് എടയപ്പുറം ജംഗ്ഷൻ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഏറ്റവും ആക്സസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ എന്നിവയെല്ലാം വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ്. അവിടെയുള്ള ഏറ്റവും മനോഹരമായ വളരെ പ്രത്യേകതകളുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി മാഞ്ഞുരൻ ഹോംസ് പങ്കുവയ്ക്കുന്നത്. $6 സെൻറ്റ് പ്ലോട്ടിൽ 3700 സ്ക്വയർ ഫീറ്റിൽ 6 BHKയിലുള്ള ഒരു വലിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യമായി വീടിൻ്റെ പുറം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വൈഡ്, ഒരേ സമയം 2 കാറുകൾ പാസ് ചെയ്യാൻ പോകുന്നൊരു നല്ലൊരു വീതിയിലുള്ളൊരു വഴിയാണ് ഇതിൻ്റെ പുറത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു വഴിയുടെ എൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ലപോലെ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു എൻഡിലായതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗേറ്റിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അകത്തെ പോർഷനിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായൊരു വലിയൊരു കാർ പോർച്ചാണ്. ഒരേ സമയം നിങ്ങൾക്ക് ഇവിടെ വലിയ കാറുകളാണെങ്കിൽ 2 കാറുകളും, ചെറിയ കാറുകളാണെങ്കിൽ 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉള്ള വളരെ വിശാലമായ ഒരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗാർഡനിങ് സ്പേസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാട്ടർ ഫെസിലിറ്റി, നല്ല ശുദ്ധമായ ഒരു കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു കിണറും അവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു മുറ്റം ഏരിയ സ്പേസ് ഇവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക് സൈഡിലും നല്ലൊരു മുറ്റം ലഭിക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. അകത്തെ പോർഷനിലേക്ക് വരാം. നമുക്കിവിടെ ഡോറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 ഡോറുകൾ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലുമായി 2 ഡോറുകൾ, അതായത് 2 എൻട്രൻസ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിലാണ്. വളരെ മനോഹരമായ, വളരെ സ്പേഷ്യസ് ആയുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ വരുന്ന കാര്യങ്ങൾ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളും മനോഹരമായ ഒരു ഡിസൈനിലുള്ള ഈ ഒരു സ്റ്റീൽ കട്ടിങ്ങോട് കൂടിയുള്ള ഒരു ഡിസൈൻ വർക്കുകളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്ത ഈ ഒരു ലിവിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. അതിനോട് ഒരു ഡിവൈഡ് ചെയ്തിട്ടുള്ള നല്ലൊരു മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു എൻട്രൻസിൽ നൽകിയിട്ടുണ്ട്. അതൊരു റിച്ച് ഫീൽ ഈ ഒരു വീടിൻ്റെ അകത്തെ ഏരിയ പോർഷനിൽ നൽകുന്നുണ്ട്. സോ ഞാനിപ്പോൾ ഈ വീടിൻ്റെ വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം വലിയൊരു ടേബിൾ കാര്യങ്ങളെല്ലാം ഇടുന്ന നല്ലൊരു വീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ആ ഒരു ഡോർ നേരെ അകത്തേക്ക് ഈ ഒരു ഏരിയയിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് കടക്കാതെ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ സ്പേസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. കിച്ചൺ വരുന്നത് ഈ ഒരു സൈഡിലാണ്. മോഡുലാർ ഡിസൈനിലുള്ള അതിവിശാലമായ ഒരു കിച്ചണാണ്. കാരണം നമുക്ക് ആ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയി നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ എല്ലാ ഏരിയയിലും സീലിംഗ് വർക്കുകൾ, അതിമനോഹരമായ മിനിമൽ ഡിസൈനിലുള്ള ഒരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാ ഫെസിലിറ്റിയും, അതായത് ചിമ്മിനി, അതുപോലെ തന്നെ സ്റ്റൗ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു ഫർണിഷ്ഡ് കിച്ചണാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കിച്ചൺ സ്പേസിലെ സ്റ്റോറേജ് സ്പേസിനെ പറ്റി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ച ഡിസൈനിലാണ് നമ്മൾ സാധാരണ വീടുകളുടെ കിച്ചൺ ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ നല്ലൊരു പ്രീമിയം വർക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കിവിടെ നോക്കിയാൽ ഗോദ്രേജ് ബ്രാൻഡിൻ്റെ സ്റ്റോറേജ് സ്പേസുകൾ കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ ഫെസിലിറ്റീസും ഓരോ ആമിനിറ്റീസും കാര്യങ്ങളും എല്ലാം വളരെ പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ അതിനുള്ള ഡോറുകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും വാട്ടർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ എല്ലാ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ കിട്ടുന്നു. സോ ഇതാണ് ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത് ഈ ഒരു കട്ടിൽ ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള വളരെ വിശാലമായ ഒരു ബെഡ്റൂം സ്പേസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള അതിവിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നു. എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ അറ്റാച്ച്ഡ് ബാത്റൂം വളരെ മിനിമൽ ഡിസൈനിലുള്ള ടൈൽ വർക്കുകളും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
പോകാം നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. വളരെ വിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കട്ടിൽ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ എല്ലാം നമുക്കൊരു കട്ടിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് ബാത്റൂം വരുന്നത്. സോ നമ്മൾ ഈ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ ഒരു വാഷ് ഏരിയ യൂണിറ്റ് ആണ്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റയറിൻ്റെ അടിയിലായിട്ടാണ് ഇവിടെ ഒരു വാഷ് ഏരിയ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായിട്ട് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ 4 ബെഡ്റൂമുകൾ മേളിൽ പരിചയപ്പെടാനുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണി എന്നീ ഏരിയ എല്ലാം ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുണ്ട്. അതിലേക്ക് പോകുമ്പോൾ തന്നെ ആദ്യമായി നമുക്ക് ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ കാര്യം പറയണം. വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിലുള്ള സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ ഞാനിപ്പോൾ ഈ ഒരു വലിയ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ നൽകിയിട്ടുള്ളത് 3 ബെഡ്റൂമുകളും പിന്നെ ഞാൻ നിൽക്കുന്ന ഈ ഒരു ലിവിങ് ഏരിയ സ്പേസും പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ലിവിങ് ഏരിയ സ്പേസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വലിയ ഒരു ഫസ്റ്റ് ഫ്ലോർ ഏരിയയാണ് അവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ആദ്യമായി ഈ ഒരു ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ആദ്യമായി ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നമുക്ക് കാണാം. സോ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് ഒരു നല്ലൊരു വാർഡ്രോബും കട്ടിലും കാര്യങ്ങളെല്ലാം വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം പരിചയപ്പെടാം. നമ്മൾ തൊട്ട് മുമ്പേ ആ താഴെ കണ്ട ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള ഒരു വലിയ ബെഡ്റൂമാണ് ഇവിടെ 4ാമത്തെ ബെഡ്റൂമായി നൽകിയിട്ടുള്ളത്. ഇവിടെയും നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു വിശാലമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാരണം നമുക്ക് ഒരു ഡിവൈഡ് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു ബാത്തിങ് ഏരിയ സ്പേസും എല്ലാം നൽകിയിട്ടുള്ള ഒരു വലിയൊരു ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. അവസാനമായി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു 5ാമത്തെ ബെഡ്റൂം കൂടി പരിചയപ്പെടാം. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലെ അവസാനമായി നമുക്കിനി ഒരു ബാൽക്കണി കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം കൂടി, നമ്മൾ 6 ബെഡ്റൂമുകളാണ് പറഞ്ഞത്, അവസാനത്തെ ബെഡ്റൂം കൂടി കാണിക്കേണ്ട. ഒരു ബെഡ്റൂം വരുന്നത് ഈ ഫ്ലോറിൻ്റെ തൊട്ട് മേളിലാണ്. അതിന് മുമ്പായി നമുക്ക് ഒരു ബാൽക്കണി ഏരിയ സ്പേസ് കാണാം. അത്യാവശ്യം വലിയൊരു വിശാലമായൊരു ഓപ്പൺ സ്പേസ് ബാൽക്കണി സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു കവേർഡ് സ്പേസ് ആയിട്ട് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബാൽക്കണി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് ഏരിയയോട് തൊട്ട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ഈവനിങ് സ്പേസ് എല്ലാം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വലിയ ബാൽക്കണിയാണ്. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ 6ാമത്തെ ബെഡ്റൂം, അത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. 6ാമത്തെ ബെഡ്റൂം കൂടി പരിചയപ്പെടാം. അവസാനമായി ഈ വീടിൻ്റെ 6ാമത്തെ ബെഡ്റൂമിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ വീടാണ്. അത് 6 ബെഡ്റൂമുകൾ കിട്ടുന്ന ഒരു 3700 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ വീടാണ്. ഈ ഒരു ബെഡ്റൂമിനും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇതിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ എറണാകുളം ആലുവ എന്ന പ്രീമിയം ലൊക്കേഷൻ, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, മെട്രോ സ്റ്റേഷൻ, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടെയെല്ലാം അടുത്തായി വരുന്ന എടയപ്പുറം എന്ന ലൊക്കേഷനിലുള്ള ഈ ഒരു വലിയ വീട് 3700 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 6 സെൻറ്റ് പ്ലോട്ടാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 6 BHKയിലുള്ള ഒരു വലിയ വീടാണ്. അത്യാവശ്യം വലിയൊരു ഫാമിലിക്കെല്ലാം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വീടാണ്. നമ്മൾ അധികം കാണിക്കാത്ത ഒരു സവിശേഷതയാണ് ഈ 6 BHK ഉള്ളൊരു വലിയ വീട്. എന്നാൽ ഈ ഒരു ആലുവ പ്രൈം ലൊക്കേഷനാണ്. നിങ്ങൾക്ക് നഗരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് ഈസി ആക്സസ് ആണ്. സോ ഈ ഒരു വീടിൻ്റെ വില വരുന്നത് 1,65,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീടുമായുള്ള വിവരങ്ങൾ അറിയാവുന്നതാണ്. സോ ഇതുപോലുള്ള മനോഹരമായ വ്യത്യസ്തമായുള്ള വീടിൻ്റെ ഡിസൈനുകളും അതുപോലെ തന്നെ വീടുകളെ കാണുവാനും പരിചയപ്പെടുവാനും എല്ലാം മാഞ്ഞിലൻ ഹോംസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. താങ്ക് യു.